നവീകരിച്ച എറണാകുളം മാർക്കറ്റ് ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളത്തെ മാർക്കറ്റ് വ്യാപാരികളുടെ ഏറെ നാളത്തെ സ്വപ്നത്തിന് സാക്ഷാത്കാരമാവുകയാണെന്ന് എറണാകുളം മാർക്കറ്റ് സ്റ്റാൾ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CJ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം വണ്ടൂർ അമ്പലപ്പടിയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് MDMA-യുമായി 3 പേർ പിടിയിൽ. ബാലരാമപുരം പോലീസിന്റെ ഷാഡോ ടീം നടത്തിയ പരിശോധനയിൽ 5 ഗ്രാം MDMA പ്രതികളിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് പൈറ്റുവിള സ്വദേശി ഷാഹുൽ രാജ്, എരത്താവൂർ സ്വദേശി അച്ചു വിൻസി, ഉരുട്ടമ്പലം സ്വദേശി അരവിന്ദ്. തിരുവനന്തപുരം കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബഹുനില മന്ദിരം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. NHM ആരോഗ്യ കേരളം 2021-22 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്ദിരം നിർമ്മിച്ചത്. ചടങ്ങിൽ CK ഹരീന്ദ്രൻ MLA അധ്യക്ഷനായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ധർണ സംഘടിപ്പിച്ച് തൃശൂർ കയ്പമംഗലം CPIM മണ്ഡലം കമ്മിറ്റി. ധർണ CPIM ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലയുടെ ജില്ലാ സമ്മേളനം പൂക്കോട്ടുംപാടം ഗ്ലമോറ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ സാമ്പത്തിക വിഭാഗം ഉപാധ്യക്ഷൻ മൗലാന T അമീറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആറാട്ട് ഘോഷയാത്ര നടന്നു. 10 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ആനപ്പുറത്തല്ലാതെ ദേവനും ദേവിയും എഴുന്നള്ളി. സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ 12ാമത് സപ്താഹാമൃതം ഡിസംബർ 14-ന് തുടക്കമാകും. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിന് സ്വാമി ഉദിത് ചൈതന്യ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവനന്തപുരം മാറനല്ലൂർ പഞ്ചായത്തിൽ ശലഭോത്സവം സംഘടിപ്പിച്ചു. പരിപാടി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കി. തൃശൂർ വെങ്കിടങ്ങിൽ തത്സമയ പുൽക്കൂടൊരുക്കി ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഏനാമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ കുട്ടികൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലായാണ് പുൽക്കൂടൊരുക്കിയത്. ജെറിയാട്രിക് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ 37ാമത് ദേശീയ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ IMA ഹൗസിൽ നടക്കും. തൃശൂർ അറബ് സെന്റ് തെരേസാസ് അക്കാദമി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പാഠ്യേതര വിഭാഗങ്ങളിൽ ജില്ലാ സംസ്ഥാനതല വിജയികളെ അനുമോദിച്ചു. കണ്ണശാങ്കടവ് ഫൊറോന വികാരി ഫാദർ ജോസ് ചാലക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ ചരമവാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു.